നമസ്കാരം. ന്യൂസ് ഇവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സപ്ലൈകോ ഓണം ഫെയർ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട്ട്. ജില്ലാതല ഓണം മേള 14 വരെ. താലൂക്ക് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ 10 മുതൽ 14 വരെ ഓണം മേളകൾ നടത്തും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 8 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത് കൊല്ലം സ്വദേശി ആസിഫ് ഇക്ബാൽ. വിജയവാഡയിൽ നിന്നാണ് പ്രതി കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ്. മുള്ളൂർക്കരയിൽ ബി.ജെ.പി. പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ്. പരിശോധന നടന്നത് ബി.ജെ.പി. മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജീഷ് അള്ളന്നൂരിന്റെ വീട്ടിലും തറവാട്ട് വീട്ടിലും. പരിശോധന കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടെന്ന് സൂചന. ആരോഗ്യരംഗത്ത് നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെ കരുതലുമായി ഷൊർണൂർ നഗരസഭ. 3 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ കാരക്കാട് നെടുങ്ങോട്ടൂർ സെന്ററുകൾ പ്രവർത്തനം തുടങ്ങി. സെപ്റ്റംബർ 9 കുളപ്പുള്ളി ടെക്നിക്കൽ സ്കൂൾ പരിസരത്തെ ആരോഗ്യ കേന്ദ്രവും പ്രവർത്തന സജ്ജമാകുമെന്ന് നഗരസഭാ ചെയർമാൻ എം.കെ. ജയപ്രകാശ്. വിഘ്നങ്ങൾ നീങ്ങാൻ പ്രാർത്ഥനയോടെ വിനായക ചതുർത്ഥി. ഗണേശസ്തുതിയുമായി വിശ്വാസി സമൂഹം. വിവിധ കേന്ദ്രങ്ങളിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉൾപ്പെടെ വിശേഷ ചടങ്ങുകൾ. വാർത്തകൾ വിശദമായി. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സപ്ലൈകോ ഓണം ഫെയർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഓണം ഫെയറുകളിലൂടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഉറപ്പുവരുത്താൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. എത്രമേൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും ജനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്നതാണ് സർക്കാർ നയം. ഓണം ആഘോഷിക്കാൻ 2 മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ഉത്തരവിറങ്ങി. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓണം ഫെയറിൽ വിൽക്കാനുള്ള സജ്ജീകരണം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 14 വരെയാണ് ജില്ലാതല ഓണം മേള. 10 മുതൽ 14 വരെ താലൂക്ക് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലും മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മലമ്പുഴ എം.എൽ.എ. എ. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ബിനുമോൾ മുഖ്യാതിഥിയായിരുന്നു. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സപ്ലൈകോ പാലക്കാട് റീജിയണൽ മാനേജർ ടി.ജെ. ആശ, ജില്ലാ സപ്ലൈ ഓഫീസർ എ.എസ്. ബീന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 8 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം ചിന്നക്കട സ്വദേശി 26 വയസ്സുള്ള ആസിഫ് ഇക്ബാലിനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ 5:30 റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സംഘം റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിവരുന്നതിനിടെയാണ് കഞ്ചാവ് പിടികൂടിയത്. പരിശോധനയ്ക്കിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രതി ആസിഫിനെ കണ്ടതോടെ പോലീസ് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ട്രാവലർ ബാഗ് പരിശോധിക്കുകയായിരുന്നു. 8 പൊതികളിലായി സൂക്ഷിച്ച 8 കിലോയോളം കഞ്ചാവാണ് കണ്ടെടുത്തത്. വിജയവാഡയിൽ നിന്നാണ് പ്രതി കഞ്ചാവ് കൊണ്ടുവന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. എസ്.എച്ച്.ഒ. തോമസ്, എസ്.ഐമാരായ മനോജ്, ജയകുമാർ, എ.എസ്.ഐ. അർഷാദ്, ഗ്രേഡ് സീനിയർ സി.പി.ഒ. അനിൽ, സി.പി.ഒമാരായ നൌഷാദ് ഖാൻ, അരുൺകുമാർ, ശബരീഷ് എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കരയിൽ ബി.ജെ.പി. പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ്. ബി.ജെ.പി. മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജീഷ് അള്ളന്നൂരിന്റെ വീട്ടിലാണ് ഇ.ഡി. സംഘം പരിശോധന നടത്തിയത്. സി.പി.ഐയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബി.ജെ.പിയിൽ ചേർന്ന മുള്ളൂർക്കര അള്ളന്നൂർ വീട്ടിൽ വിജീഷിന്റെ ആറ്റൂരിലുള്ള വീട്ടിലും മുള്ളൂർക്കരയിലുള്ള തറവാട്ട് വീട്ടിലുമാണ് വെള്ളിയാഴ്ച രാവിലെ ഇ.ഡി. സംഘം പരിശോധനയ്ക്കായി എത്തിയത്. രാത്രി 9 മണിവരെ പരിശോധന തുടർന്നു. കാരണം വ്യക്തമായിട്ടില്ല. എന്നാൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്നാണ് സൂചന. ഇയാൾക്ക് മുമ്പ് മുള്ളൂർക്കരയിലും സ്വർണ്ണക്കടയുണ്ടായിരുന്നു. മുള്ളൂർക്കര 11-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് സി.പി.ഐ. പുറത്താക്കിയ വ്യക്തിയാണ് വിജീഷ്. തുടർന്ന് ബി.ജെ.പിയിൽ ചേരുകയും മണ്ഡലം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കാരക്കാട് നഗര ജനകീയാരോഗ്യ കേന്ദ്രം ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു. ഞായറാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ലഭ്യമായിരിക്കുമെന്ന് കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ
നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. കാരക്കാട് ആരോഗ്യ കേന്ദ്രത്തിൽ ഞായറാഴ്ചയൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഡോക്ടറുടെ സേവനം ലഭ്യമായിരിക്കും. ഡോക്ടർ സ്മൃതിയാണ് ആരോഗ്യ കേന്ദ്രത്തിലുണ്ടാകുക. നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരുടെ സേവനങ്ങളും ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണ്. പ്രാഥമിക ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 3 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഷൊർണൂർ നഗരസഭയിലുള്ളത്. ഇതിൽ നെടുങ്ങോട്ടൂർ, കാരക്കാട് എന്നീ പ്രദേശങ്ങളിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ഈ മാസം 9-ാം തീയതി കുളപ്പുള്ളി ടെക്നിക്കൽ ഹൈസ്കൂളിന് എതിർവശമുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കാരക്കാട് ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നതിനിടെ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. കുളപ്പുള്ളിയിൽ പ്രവർത്തിച്ചു വരുന്ന അർബൻ ഹെൽത്ത് സെന്ററിൽ രാവിലെ മുതൽ ഉച്ചവരെ പീഡിയാട്രിക് ഡോക്ടറുടെ സേവനം ലഭ്യമായിരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. ഷൊർണൂർ നഗരസഭയിലെ 2ാമത്തെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്. രാവിലെ 12 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ജനങ്ങൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തും. 3ാമത്തെ ഒരു വെൽനസ് സെൻ്റർ കല്ലിപ്പാടത്താണ്, ATSന് മുമ്പ്. അത് 9-ാം തീയതി രാവിലെ ഇതുപോലെ തുറക്കുകയാണ്. നമ്മുടെ ഷൊർണൂർ നഗരസഭയിൽ 3 അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ ഇതോടുകൂടി ആരംഭിച്ച് പ്രവർത്തനം തുടങ്ങുകയാണ്. നമ്മുടെ നഗരത്തിലെയും മറ്റ് അനുബന്ധ പഞ്ചായത്തുകളിലും ഉൾപ്പെടെയുള്ളവർക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താം. വാർഡ് കൗൺസിലർ CK സൗമ്യ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, ജനകീയ ആരോഗ്യ കേന്ദ്രം ഡോക്ടർ സ്മൃതി, മുൻ വാർഡ് കൗൺസിലർമാരായ C സുബ്രഹ്മണ്യൻ, KP മണികണ്ഠൻ, ADS ചെയർപേഴ്സൺ കൃഷ്ണജ്യോതി, CDS കമ്മിറ്റി അംഗം അനിത, C രാകേഷ്, രാധാകൃഷ്ണൻ കുണ്ടിൽ, സീനിയർ സിറ്റിസൺ പ്രതിനിധി ഉണ്ണി അയ്യപ്പൻ എന്നിവർ ചെയർമാനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടി അകലൂർ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 6 മണിക്ക് കണ്ണൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് മഹാഗണപതി ഹോമം നടന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. 10 മണിയോടെയാണ് വിശേഷ ചടങ്ങുകൾക്ക് സമാപനമായത്. മാതൃസമിതിയുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. പ്രസാദ വിതരണവും നടന്നു. ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് മികച്ച സഹകരണമാണ് ഉണ്ടായതെന്ന് ഭരണസമിതി അറിയിച്ചു. അതിനോടനുബന്ധപ്പെട്ട് നമ്മുടെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ ഇന്ന് അതിഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു മഹാഗണപതി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്ന് പറയുക, വളരെ ഗംഭീരമായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് പങ്കെടുത്തിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും, ഇതിനു വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള അർച്ചനയായിട്ട് തന്നിട്ടുള്ള വഴിപാടുകളെല്ലാം നമ്മൾ ഈ നിമിഷത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ഗണപതി ഭഗവാന്റെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ പൊട്ടുപാറ ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ 1000-ഓളം പേർ പങ്കെടുത്തു. ഗണപതി ഭക്തരുടെ കൂട്ടായ്മയിലാണ് മണ്ണൂർ പൊട്ടുപാറ ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം സംഘടിപ്പിച്ചത്. രാവിലെ 6 മുതൽ വിശേഷ പൂജകൾ ആരംഭിച്ചു. അഖണ്ഡനാമപൂജ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെ അന്നദാനം എന്നിവയുമുണ്ടായി. 1000-ഓളം പേർ അന്നദാനത്തിൽ പങ്കെടുത്തു. രാവിലെ സ്വാമി കാർത്തികേയാനന്ദ സ്വാമി ഭദ്രദീപം തെളിയിച്ചതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ജാതിമതഭേദമന്യേ ആഘോഷ പരിപാടികളിൽ ജനങ്ങളുടെ പങ്കാളിത്തമുണ്ടായെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഗണപതി ക്ഷേത്രത്തിൽ വർഷം തോറും വിനായക ചതുർത്ഥി കൊണ്ടാടുന്നുണ്ട്. അത് എല്ലാ ചുറ്റുപാടുള്ള എല്ലാ കുട്ടികളും ഇവരെല്ലാം കൂടിയിട്ട് സംഘടിച്ച് അത് കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു മുടക്കമില്ല. സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ആദിമൂല ഗണപതിയല്ലേ അവരെ സേവിക്കാൻ ഇവരെപ്പോഴും തത്പരമാണ് ചുറ്റുപാട്. അപ്പോൾ അത് എല്ലാ കൊല്ലം അന്നദാനം, ഭജന, അഖണ്ഡകീർത്തനം, ഇവിടെ ശുചീകരണം എന്നുള്ള കാര്യങ്ങൾ അവർ വർഷത്തിൽ ഈ പേരിലെങ്കിലും അത് ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം BRCക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അനങ്ങനടി ഓട്ടിസം സെന്ററിൽ സ്നേഹസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
അപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരി, നമ്മൾ ഓട്ടിസം സെന്റർ സപ്പോർട്ടിംഗ് കമ്മിറ്റി യോഗം കൂടുകയും എന്ത് പ്രതിസന്ധി ആയാലും ശരി, ഓണത്തിന് ഒരു ചെറിയ തോതിലുള്ള ഒരു ഉത്സവം, ചെറിയ തോതിലുള്ള ഒരു സന്തോഷം അവർക്ക് കൊടുക്കാൻ കഴിയുന്ന അത് കൊടുക്കണം. അവർക്ക് തീർച്ചയായും അവർ നമ്മോടൊപ്പം നിന്ന്, നമുക്ക് പല സ്ഥലങ്ങളിലും പോകാനും പല പരിപാടികളിലും പങ്കെടുക്കാനും പറ്റൂല, സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും പറ്റാതെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ ഒപ്പം അതേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോ രക്ഷിതാക്കളും ആ കുടുംബവും. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് KP അനിത അധ്യക്ഷയായിരുന്നു. ഒറ്റപ്പാലം BPC K പ്രഭാകരൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ശശി, ഓട്ടിസം സെന്റർ സപ്പോർട്ടിംഗ് കമ്മിറ്റി കൺവീനർ P വേണുഗോപാൽ, മുൻ DPC C മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ CK രമ, K സ്മിത, VK സ്മിത, ഓട്ടിസം സെന്റർ അധ്യാപകരായ ആതിര അശോകൻ, K ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. അച്യുതൻകുട്ടി മാസ്റ്റർ അനുസ്മരണത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളുടെ സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. MN കിരൺ കൃഷ്ണൻ സ്വാഗതവും ലതിക സുരേഷ് നന്ദിയും പറഞ്ഞു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വൃക്കരോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ അന്തരിച്ച ദളിത് നാടക കലാകാരൻ കുപ്പുസ്വാമി മരുതന്റെ ഓർമ്മയ്ക്കായി അവാർഡും എൻഡോമെന്റും ഏർപ്പെടുത്തുമെന്ന് നാടക് സംഘടന. ഗോത്ര സമൂഹത്തിൽ നിന്ന് നാടകരംഗത്തെത്തി പ്രതിഭ തെളിയിച്ച കലാകാരന്റെ സ്മരണ എന്നും നിലനിൽക്കാനാണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. +2 ശേഷം നാടകകലയോടുള്ള ഭ്രമം മൂലം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തിയ കുപ്പുസ്വാമി പഠനവും കലാപ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനിടെയാണ് അസുഖത്തിന് കീഴടങ്ങിയത്. ജീവൻ രക്ഷിക്കാനാവത് ശ്രമിച്ചെങ്കിലും ഒടുവിൽ കുപ്പുസ്വാമി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ചികിത്സയ്ക്കായി ശേഖരിച്ചതിൽ അവശേഷിച്ച 16,63,000 രൂപയാണ് അവാർഡിനായി നീക്കിവെച്ചത്. വാർഷിക പരിപാടിക്കായി 15 ലക്ഷം ബാങ്കിലും തുടർ പ്രവർത്തനത്തിനായി 1,63,000 രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഉന്നത വിജയം നേടുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് 15,000 രൂപ അവാർഡും +2 ഉന്നത വിജയം നേടുന്ന പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ എല്ലാ വർഷവും എൻഡോമെന്റ് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചികിത്സ കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് ഞങ്ങൾക്കൊരു 16,63,000 രൂപയാണ്. ചികിത്സയ്ക്ക് അതുവരെയുള്ള ചികിത്സയ്ക്കും ഒക്കെ അവസാന നിമിഷം ഒരു സർജറി, ഹെമറേജിന്റെ സർജറി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞുള്ള പൈസയാണ്. ആ നിമിഷം വരെയുള്ള എല്ലാ ചെലവുകളും കഴിച്ച് 16,63,000 രൂപയുണ്ട്. അതിൽ 15 ലക്ഷം രൂപ ഞങ്ങൾ ഫിക്സഡ് ഇടാൻ തീരുമാനിച്ചു. 1,63,000 രൂപ ഞങ്ങൾ ആദ്യ വർഷത്തെ ചെലവുകൾക്കായി മാറ്റിവെക്കുകയാണ്. കാരണം ഈ ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു 444 ദിവസത്തെ ഫിക്സഡ് ഡിപ്പോസിറ്റിനാണ് എന്നാണ് ബാങ്കുകളിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ 444 ദിവസത്തേക്ക് ഡിപ്പോസിറ്റ് ഇടുമ്പോൾ നമുക്ക് അതാത് വർഷത്തേക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇപ്പോൾ ഓൾറെഡി ഡിപ്പോസിറ്റ് ചെയ്തു, അതിന്റെ പൈസ 444 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 1-ാം വർഷം ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ റിസർവ് വയ്ക്കണം എന്നുള്ളത് കൊണ്ട് 15 ലക്ഷം റൗണ്ട് നമ്മൾ ഫിക്സഡ് ഇട്ടു. 1,63,000 രൂപ 1-ാം വർഷത്തെ ചെലവുകൾക്ക് വെക്കുകയും പിന്നെ എപ്പോഴും കുറച്ച് പൈസ അവിടെ ലിക്വിഡായി ഉണ്ടാകണം എന്നൊരു ധാരണയാണ് ആദ്യ വർഷത്തെ. ജനറൽ സെക്രട്ടറി J ശൈലജ, ട്രഷറർ CK ഹരിദാസൻ, ചെയർമാൻ നരിപ്പറ്റ രാജു മാസ്റ്റർ, കുപ്പുസ്വാമിയുടെ ഭാര്യ ജയന്തി, സുധീർ പെരിങ്ങോട്, സജിത് കുമാർ, അസീസ് സാഗർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാരുണ്യവഴിയിൽ പിറന്നാൾ ദിനം ധന്യമാക്കി പഴയലക്കിടിയിലെ ഒരു കുടുംബം. പത്തിരിപ്പാല മൗണ്ട് സീന സ്കൂളിലെ ഹെഡ് ക്ലർക്ക് ജയയും ഭർത്താവ് ശിവദാസൻ മാസ്റ്ററും ജന്മദിനം ആഘോഷിച്ചത് പഴയലക്കിടി മർഹമ പാലിയേറ്റീവ് കെയറിന് 3 വാക്കറുകൾ നൽകിയാണ്. പിറന്നാൾ ദിനത്തിൽ പഴയലക്കിടിയിലുള്ള മർഹമ പാലിയേറ്റീവ് ഓഫീസിലെത്തിയാണ് ജയയും ശിവദാസൻ മാസ്റ്ററും
മർഹമ ചെയർമാൻ ഷംസുദ്ദീന് വാക്കറുകൾ കൈമാറിയത്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനത്തെ ഷംസുദ്ദീൻ അഭിനന്ദിച്ചു. 2 പതിറ്റാണ്ടോളമായി പഴയലക്കിടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിർധനരായ നിരവധി രോഗികളുടെ ആശ്രയകേന്ദ്രമാണ് മർഹമ പാലിയേറ്റീവ് ട്രസ്റ്റ്. ചടങ്ങിൽ ട്രഷറർ നൌഷാദ് മാസ്റ്റർ, ചെയർമാൻ ഷംസുദ്ദീൻ പത്തിരിപ്പാല, വൈസ് ചെയർമാൻ ഫൈസൽ ലക്കിടി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ഹനസ്, CB നസീർ, കെ നദീറ ടീച്ചർ, CA റഹീമ, റസാഖ് പത്തിരിപ്പാല, PK സാജിദ് ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു മാതൃകയാണ്. പലരും പല ആഘോഷങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ആവശ്യക്കാർക്ക് വളരെ ഉപകാരം ആകുന്ന ഒരു സംഗതി തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തിരുവാതിരക്കളി ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി ആലത്തൂർ നായർ കൂട്ടായ്മ തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിക്കും. ചിറ്റലഞ്ചേരി MNKM വിദ്യാലയത്തിലാണ് മത്സരം നടത്തുകയെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുവാതിരക്കളിയുടെ പാരമ്പര്യ തനിമ നിലനിർത്തിയായിരിക്കും മത്സരം. വിജയികൾക്ക് 15,000, 10,000, 5,000 രൂപ വീതവും ട്രോഫിയും നൽകും. പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും മാനദണ്ഡം അടിസ്ഥാനമാക്കി പ്രോത്സാഹന സമ്മാനവും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അനുവാചകർക്കും ആസ്വാദകർക്കും മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചിറ്റലഞ്ചേരി MNKM സ്കൂളിൽ രാവിലെ 22-ാം തീയതി കാലത്ത് ഗിന്നസ് റെക്കോർഡ് ജേതാവ് കൂടിയായ കലാമണ്ഡല ഹേമലതയാണ് ഉദ്ഘാടനം ചെയ്തത്. 1ാം സമ്മാനം 15,000 രൂപയും, 2ാം സമ്മാനം 10,000 രൂപയും, 3ാം സമ്മാനം 5,000 രൂപയും. അഡ്വൈസർ രാജേഷ് മേനോൻ, പ്രസിഡന്റ് രാജേഷ് കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി മഹേഷ്, T. കിരൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. സപ്ലൈകോ ഓണം ഫെയർ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട്ട്. ജില്ലാതല ഓണം മേള 14 വരെ. താലൂക്ക് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ 10 മുതൽ 14 വരെ ഓണം മേളകൾ നടത്തും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 8 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത് കൊല്ലം സ്വദേശി ആസിഫ് ഇക്ബാൽ. വിജയവാഡയിൽ നിന്നാണ് പ്രതി കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ്. മുള്ളൂർക്കരയിൽ BJP പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ ED റെയ്ഡ്. പരിശോധന നടന്നത് BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജീഷ് അള്ളന്നൂരിന്റെ വീട്ടിലും തറവാട്ട് വീട്ടിലും. പരിശോധന കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടെന്ന് സൂചന. ആരോഗ്യരംഗത്ത് നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുടെ കരുതലുമായി ഷൊർണൂർ നഗരസഭ. 3 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ കാരക്കാട് നെടുങ്ങോട്ടൂർ സെന്ററുകൾ പ്രവർത്തനം തുടങ്ങി. സെപ്റ്റംബർ 9-ന് കുളപ്പുള്ളി ടെക്നിക്കൽ സ്കൂൾ പരിസരത്തെ ആരോഗ്യ കേന്ദ്രവും പ്രവർത്തന സജ്ജമാകുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. വിഘ്നങ്ങൾ നീങ്ങാൻ പ്രാർത്ഥനയോടെ വിനായക ചതുർത്ഥി. ഗണേശസ്തുതിയുമായി വിശ്വാസി സമൂഹം. വിവിധ കേന്ദ്രങ്ങളിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉൾപ്പെടെ വിശേഷ ചടങ്ങുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.